നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കലാപ്രതിഭകളെ വളർത്തിയ നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ സദസ്സിലിരിക്കുമ്പോൾ ഈ വേദിയെ ഒരുങ്ങിയതിന് ആദ്യം സർവശക്തനായ ദൈവത്തോടും പിന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായ ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. കുറേ മാസങ്ങളായിട്ട് വാവ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി ഊണും ഉറക്കമില്ലാതെ നടന്ന് ഇങ്ങനെ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ഈ ദിവസം സംഘടിപ്പിക്കാൻ വേണ്ടി പാടുപെട്ട ഒരുപാട് വ്യക്തികൾ, ആ വ്യക്തികൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു എളിയ കലോപഹാരം സമർപ്പിക്കുകയാണ്. ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊട്ടെ, തീർച്ചയായിട്ടും ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്ന ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ അറ്റം തൊട്ട് അറ്റം വരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രതികരണം, കൈയടിക്കുന്ന മനോഹരമായ ശബ്ദം ഞങ്ങൾക്ക് കിട്ടിയാൽ ഈ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള കൂടുതലൊരു ഉന്മേഷം ഞങ്ങൾക്ക് കിട്ടും. ദയവ് ചെയ്ത് ഇത് മാത്രം തന്നാൽ മതി. നമുക്കൊരു 3-3.5 മണിക്കൂർ അടിച്ചു പൊളിക്കാം. ഞങ്ങൾ മാത്രമല്ല, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകാം. ഞങ്ങളെക്കൊണ്ട് മാത്രം ഒരു പരിപാടി മുന്നോട്ട് നടക്കാൻ സാധിക്കില്ല. നമുക്കൊരുമിച്ച് കുറച്ച് നേരം മുന്നോട്ട് പോകാം. അപ്പം ഇടയ്ക്ക് പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോൾ വളർന്നു വരുന്ന കലാപ്രതിഭകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള പ്രഭുദേവന്മാരൊക്കെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കാം. ഇടയ്ക്ക് നമുക്ക് ഡാൻസും ആട്ടും പാട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശാന്തമല്ലാത്ത പ്രതികരണമാണ്. തീർച്ചയായിട്ടും അത് തരണം. ആദ്യ ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാനൊരു മിമിക്രിക്കാരനാണ്. എൻ്റെ കൂടെ മിമിക്രി കാണിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മുമ്പിലിരിപ്പുണ്ട്. മിമിക്രി കാണിച്ച് നടന്ന് ഞാൻ ഒരു പാട്ടുകാരൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഈ വേദിയിൽ നിൽക്കുകയാണ്. ഒന്നില്ലെങ്കിൽ പാട്ട് നന്നാകണം, അല്ലെങ്കിൽ വേഷം നന്നാകണം. വേഷമെങ്കിലും നന്നാകട്ടെ വിചാരിച്ചിട്ടാണ് ഈ കോലം കെട്ടിയിരിക്കുന്നത്. ഏതായാലും ഞാൻ ആദ്യം തന്നെ പാടാൻ പോകുന്നത് എനിക്ക് എടുത്താൽ പൊങ്ങാത്തൊരു ഗാനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് യേശുദാസ് എന്ന മഹാനായ ഗായകൻ നിറകുടം എന്ന ചിത്രത്തിനു വേണ്ടി ജയവിജയമാരുടെ സംഗീത സംവിധാനത്തിൽ ആലപിച്ച് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങിയെന്ന ആ അർദ്ധശാസ്ത്രീയ ഗാനം ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ വേദിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ, വല്ല സ്വർണ്ണോ വെള്ളിയൊക്കെ ഇടയ്ക്ക് വരികയാണെങ്കിൽ പൊറുക്കാൻ ക്ഷമിക്കുക, കൂടെ നിൽക്കുക. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. രാജധാനി വീണ്ടും സ്വാതി രാഗസുധസാഗരത്തിൽ നീരാടി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ആറാട്ടുകടവിലും ആനക്കൊട്ടിലും ആസ്വാദക ലക്ഷം നിറഞ്ഞു
നിന്നു ആറാട്ടുകടവിലും ആനക്കൊട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. സതിരുതുടങ്ങി സംഗീതലഹരി സദസ്സിൽ നിശ്ചലരായി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. ചെമ്പടതാളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായി പാട്ടുപാടി. ചെമ്പടതാളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായി പാട്ടുപാടി. വടിവേലു തിരുമുമ്പിൽ പണ്ടു കാണിക്ക വച്ച വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. മൃദംഗത്തിൽ പാലക്കാട്ട് മണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. മൃദംഗത്തിൽ പാലക്കാട്ട് മണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി